പ്രിയ സഹോദരങ്ങളെ, ജീവിതത്തിൽ ചില നിമിഷങ്ങളുണ്ട്. നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചിട്ടും വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ, വിശ്വസിച്ചവർ നമ്മെ കൈവിട്ട് കളയുമ്പോൾ, സാമ്പത്തികമായോ മാനസികമായോ കഠിനമായി തളർന്നു പോകുമ്പോൾ നമ്മൾ ചിന്തിച്ചു പോകും, ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമോ? ദൈവമേ, അങ്ങനെ മറന്നോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇന്ന് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് ഒരു യാദൃച്ഛികതയല്ല. തകർന്നുപോയ നിങ്ങളുടെ ഹൃദയത്തോട്, തളർന്നുപോയ നിങ്ങളുടെ മനസ്സിനോട് ദൈവത്തിന് ചിലത് സംസാരിക്കാനുണ്ട്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ചില ഉറപ്പുകൾ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്നതാണ്. തളർന്നു പോകുമ്പോൾ നിങ്ങൾക്ക് പുതിയ കരുത്ത് പകരുന്ന 5 ശക്തമായ വചനങ്ങളും അവ നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങളുമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ വീഡിയോ പൂർണ്ണമായി കാണുക. ഇത് നിങ്ങളുടെ ജീവിതത്തെ ധൈര്യപ്പെടുത്തുന്ന വീഡിയോയാണ്. യെശയ്യാപ്രവചനം 41 അധ്യായം 10 വാക്യം പറയുന്നു, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നമ്മുടെ തളർച്ചയുടെ പ്രധാന കാരണം നാളെയെക്കുറിച്ചുള്ള ഭയമാണ്. ഇനി എന്ത് സംഭവിക്കുമെന്ന ചോദ്യമാണ് നമ്മെ ആകെ തളർത്തിക്കളയുന്നത്. ഇവിടെ പ്രപഞ്ചനാഥനായ ദൈവം നിങ്ങളോട് നേരിട്ട് പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ലോകം നിങ്ങളെ തനിച്ചാക്കി എന്ന് തോന്നുമ്പോൾ, കൂടെ ഉണ്ടാകുമെന്ന് കരുതിയവർ മാറി നിൽക്കുമ്പോൾ, ഓർക്കുക, നിങ്ങളെ താങ്ങി നിർത്താൻ ദൈവത്തിന്റെ ശക്തമായ വലങ്കരം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ വീണുപോകില്ല. കാരണം നിങ്ങളെ താങ്ങുന്നത് മനുഷ്യന്റെ വാക്കുകളല്ല, ദൈവത്തിന്റെ കൈകളാണ്. യെശയ്യാപ്രവചനം 40 അധ്യായം 31 വാക്യം പറയുന്നു, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. എന്തുകൊണ്ടാണ് ബൈബിൾ നമ്മെ ഇവിടെ കഴുകനോട് ഉപമിച്ചിരിക്കുന്നതെന്നറിയാമോ? ഒരു വലിയ കൊടുങ്കാറ്റ് വരുമ്പോൾ മറ്റു പക്ഷികളെല്ലാം ഭയന്ന് കാടുകളിൽ ഒളിക്കും. എന്നാൽ കഴുകൻ മാത്രം ആ കൊടുങ്കാറ്റിന്റെ വേഗതയെ ഉപയോഗിച്ച് അതിന് മുകളിലേക്ക് പറന്നുയരാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ നിങ്ങളെ തകർക്കാനുള്ളതല്ല, നിങ്ങളെ കൂടുതൽ ഉയരങ്ങളിലേക്ക് പറപ്പിക്കാനുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ്. കർത്താവിൽ പ്രത്യാശ വെക്കുക എന്നാൽ കാത്തിരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി വൈകുമ്പോൾ തളരരുത്. ആ കാത്തിരിപ്പിന്റെ സമയത്ത് ദൈവം നിങ്ങളുടെ ചിറകുകൾക്ക് ഒരു പുതിയ ബലം തരികയാണ്. നിങ്ങൾ വീണ്ടും പറന്നുയരും. 34 സങ്കീർത്തനം 18 വാക്യം പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കും. നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ നമ്മളോടൊപ്പം ചിരിക്കാൻ ഒരുപാട് ആളുകൾ കാണും. എന്നാൽ ദുഃഖത്തിന്റെ നിമിഷങ്ങളിൽ ആരും കാണാതെ മുറിക്കുള്ളിൽ ഇരുന്ന് കരയുമ്പോൾ നമ്മുടെ കണ്ണീര് കാണാൻ ആരും ഉണ്ടാകില്ല. എന്നാൽ ബൈബിൾ പറയുന്നു, നിങ്ങളുടെ ഹൃദയം തകരുമ്പോൾ ദൈവം നിങ്ങൾക്ക് ഏറ്റവും അടുത്ത തുണയാണ്. നിങ്ങളുടെ കണ്ണുകളിൽ നിന്ന് വീഴുന്ന ഓരോ തുള്ളി കണ്ണുനീരും കാണുന്ന ഒരു ദൈവമുണ്ട്. മനുഷ്യൻ നിങ്ങളെ തള്ളിക്കളഞ്ഞാലും ദൈവം നിങ്ങളെ ചേർത്ത് പിടിക്കും. നിങ്ങളുടെ മനസ്സിന്റെ മുറിവുകൾ സൗഖ്യമാക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. യിരെമ്യാപ്രവചനം 29 അധ്യായം 11 വാക്യം പറയുന്നു, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇന്ന് നിങ്ങളുടെ ബിസിനസ് തകർന്നിരിക്കാം, ജോലി നഷ്ടപ്പെട്ടിരിക്കാം, അല്ലെങ്കിൽ ഒരു വലിയ പരാജയം നിങ്ങളെ തേടി വന്നിരിക്കാം. അതിന്റെ അർത്ഥം നിങ്ങളുടെ ജീവിതം അവസാനിച്ചു എന്നല്ല. നമ്മുടെ പ്ലാനുകൾ പരാജയപ്പെടുമ്പോൾ ഓർക്കുക, ദൈവത്തിന് നമ്മെക്കുറിച്ച് ഇതിലും വലിയൊരു പ്ലാൻ ഉണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, നിങ്ങളുടെ ഐശ്വര്യത്തിനായുള്ള പദ്ധതികളാണ് ദൈവത്തിന്റെ പക്കലുള്ളത്. ഇനിയൊരു ഭാവിയില്ല എന്ന് തോന്നിപ്പിക്കുന്ന സാഹചര്യങ്ങളിൽ പ്രത്യാശയോടെ കാത്തിരിക്കുക. ദൈവം നിങ്ങൾക്കായി ഒരു പുതിയ വഴി ഒരുക്കുന്നുണ്ട്. എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല, ഞാനൊരു പരാജയമാണെന്ന് നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയുമ്പോൾ ഈ വാക്കുകൾ നിങ്ങൾ ഉച്ചത്തിൽ വിളിച്ചു പറയുക. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകും. നിങ്ങളുടെ സ്വന്തം ശക്തിയിലല്ല നിങ്ങൾ ആശ്രയിക്കേണ്ടത്, നിങ്ങളെ സൃഷ്ടിച്ച ദൈവത്തിന്റെ ശക്തിയിലാണ്. ആ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ലെങ്കിൽ അവിടുത്തെ മക്കളായ നിങ്ങൾക്ക് എങ്ങനെ തോറ്റുകൊടുക്കാൻ സാധിക്കും? ആത്മവിശ്വാസത്തോടെ എഴുന്നേൽക്കുക, പുതിയ ചുവടുകൾ വെക്കുക, വിജയം നിങ്ങളുടേതായിരിക്കും. പ്രിയ സഹോദരങ്ങളെ, ജീവിതത്തിൽ തളർച്ചകൾ സ്വാഭാവികമാണ്. എന്നാൽ ഓർക്കുക, ഇരുണ്ട രാത്രിക്ക് ശേഷമേ മനോഹരമായൊരു പ്രഭാതം ഉണ്ടാകും. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ നാളെ നിങ്ങളുടെ വലിയ വിജയത്തിന്റെ സാക്ഷ്യമായി മാറാൻ പോവുകയാണ്. ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുക.
വീണ്ടും വീണ്ടും കേൾക്കുക. ഈ സന്ദേശം നിങ്ങൾക്ക് പ്രത്യാശ നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ കരുത്തു പകർന്ന ബൈബിൾ വചനം ഏതാണെന്ന് താഴെ കമന്റ് ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ മോട്ടിവേഷണൽ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും പ്രിയപ്പെട്ടവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഇതൊരു അനുഗ്രഹമായി മാറട്ടെ. ദൈവത്തിന്റെ വലിയ കൃപ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ദിവസവും ഇതുപോലെയുള്ള അനുഗ്രഹീതമായ സന്ദേശങ്ങൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും.